ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പാറ്റകൾ അല്ലെങ്കിൽ കൂറകൾ എന്ന ജീവിവർഗത്തെ പറ്റിയാണ്. ഏതാണ്ട് 320 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആവിർഭവിച്ച കാർബണിയസ് കാലഘട്ടത്തിലെ ഏറ്റവും പുരാതനമായ ഒരു ജീവിവർഗമാണ് പാറ്റകൾ, കൂറകൾ. പക്ഷേ ആദ്യകാല പൂർവികരിൽ ആന്തരിക ഓവിപ്പോസ്റ്റുകളിൽ ഇല്ലായിരുന്നു. പാറ്റകൾ മറ്റ് സമാന ഇതര ജീവികളെ പോലെ വലിച്ചു കടിക്കുന്നതിനുള്ള പ്രത്യേക വായുഭാഗമോ മറ്റോ ഇല്ലാത്ത സാധാരണ ജീവിയാണ്. പറക്കാനും നടക്കാനും സാധിക്കുന്ന ഒരു ചെറുപ്രാണിയാണ് പാറ്റ അഥവാ കൂറ. ഇവ പകർച്ചവ്യാധികൾ പകർത്തുന്ന ജീവികളിൽ ഉൾപ്പെട്ടതാണ്. ഇവ ലോകത്തിൽ 30 തരത്തിൽ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പാറ്റകളിൽ ഏറ്റവും നന്നായി അറിയപ്പെടുന്ന ഇനം അമേരിക്കൻ പാറ്റയാണ്. അതിൻ്റെ ശാസ്ത്രനാമം പെറിപ്ലാനറ്റ അമേരിക്കാന എന്നാണ്. അമേരിക്കയാണ് ഇവയുടെ ജന്മദേശമെന്ന് കരുതുന്നു. കോക്രോച്ച് എന്നാണ് ഈ ഷഡ്പദത്തിൻ്റെ ആംഗലേയ നാമം. ഉത്തര കേരളത്തിൽ ഈ പ്രാണി കൂറ എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്നാൽ ദക്ഷിണ കേരളത്തിൽ പാറ്റ എന്ന പേരിനാണ് പ്രചാരം. പാറ്റ എന്ന പദം ഉത്തര കേരളത്തിൽ ഷഡ്പദങ്ങൾക്ക് പൊതുവായി ഉപയോഗിക്കുന്നതാണ്. ദക്ഷിണ കേരളത്തിലാകട്ടെ കൂറ എന്ന പദത്തിന് കീറിയ മുഷിഞ്ഞ തുണി എന്ന അർത്ഥമാണ്. പാറ്റയുടെ അസ്ഥികൂടം ശരീരത്തിന് പുറത്ത് സ്ഥിതി ചെയ്യുന്നു. കെയ്റ്ററിൻ എന്ന രാസവസ്തുവാണ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ വീടുകളിലും പരിസരത്തും മറ്റും കാണപ്പെടുന്ന പലപ്പോഴും നാം നിസ്സാരമെന്ന് തള്ളിക്കളയുന്ന ഒരു ഷഡ്പദമാണ് പാറ്റ. വളരെയേറെ ചരിത്ര പാരമ്പര്യമുള്ള ഒരു ജീവിയാണ് പാറ്റ. നമുക്ക് മുൻപേ ഈ ഭൂമുഖത്ത് ഉത്ഭവിച്ചവയാണ് ഇവ. ജുറാസിക് കാലം മുതൽക്കേ ഇവ ഈ ഭൂമിയിൽ കാണപ്പെട്ടിരുന്നു. നമ്മുടെ അടുക്കളയിലെയും തീൻമേശയിലെയും രാത്രി സന്ദർശകരായ ഈ പ്രാണി പകൽ സമയങ്ങളിൽ ഒളിച്ചിരിക്കുന്നത് ഓടകളിലും ഓവുകളിലും ചാലുകളിലും വിടവുകളിലും മറ്റ് ഇരുട്ടുള്ള സ്ഥലങ്ങളിലുമാണ്. ശരിയായി സംരക്ഷിക്കാത്ത കക്കൂസും സെപ്റ്റിക് ടാങ്കും ഒളിച്ചിരിക്കാനും ഭക്ഷണത്തിനും ആയി ഈ പ്രാണികൾ ഇഷ്ടപ്പെടുന്നു. ഇവയുടെ ബദ്ധത ഭാഗങ്ങളിൽ ശരദിയിൽ വിസർജ്യത്തിൽ എന്തിന് ശരീരം ആസകലം രോഗാണുക്കൾ കാണപ്പെടുകയും ചെയ്യാം. രോഗാണുക്കൾക്ക് ഇവയുടെ ശരീരത്തിൽ രൂപമാറ്റം ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷേ മെക്കാനിക്കലായി നമ്മുടെ ഭക്ഷണത്തിലും പാനീയങ്ങളിലും ഇവ രോഗാണുക്കളെ സംക്രമിക്കുന്നു. അങ്ങനെ ഈച്ചകളെ പോലെ കോളറ, വയറിളക്കം, വയറുകടി, സന്നിപാതജ്വരം, മഞ്ഞപ്പിത്തം, ശിലവിരബാധ തുടങ്ങി H1N1 പനി വരെ പകർത്തുവാൻ പാറ്റകൾക്ക് സാധിക്കും. ആഹാരം തേടിയാണ് പാറ്റകൾ നമ്മുടെ ആവാസവ്യവസ്ഥയിൽ എത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് രാത്രി ഭക്ഷണശേഷം പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കിയും ഭക്ഷണം അവശിഷ്ടങ്ങളും അടച്ചു സൂക്ഷിച്ചും പാറ്റകളെ ഒഴിവാക്കാം. കൂറകളുടെ പ്രജനനം ലിംഗസംബന്ധമാണ്. ആൺകൂറയും പെൺകൂറയും ചേർന്നാണ് മുട്ടയിടൽ നടക്കുന്നത്. കൂറകൾ വ്യത്യസ്ത ലിംഗങ്ങളുള്ള ജീവികളാണ്. ആൺകൂറ പെൺകൂറയുമായി കൂട്ടുകൂടി സ്പേം കൈമാറുന്നു. പെൺകൂറ അത് സൂക്ഷിച്ച് പിന്നീട് മുട്ടകളെ വളർത്താൻ ഉപയോഗിക്കുന്നു. പെൺകൂറ ഉദേക്ക എന്ന മുട്ടപ്പൊതിയിൽ മുട്ടയിടുന്നു. ഓരോ ഉദേക്കയിലും 16 മുതൽ 40 വരെ മുട്ടകൾ അടങ്ങിയിരിക്കുന്നു. ഈ ഒതേക്ക പെൺകൂറ ഇരുണ്ട ഇടങ്ങളിലും മതിലുകളിലും വക്കും. കൂറമുട്ടകൾ 1 മുതൽ 2 മാസത്തിനുള്ളിൽ പൊട്ടുന്നു. കൂറയുടെ വളർച്ച അർദ്ധരൂപാന്തരം 3 ഘട്ടങ്ങളാണ് ഉള്ളത്. മുട്ട, നിംഫ്. ഇത് ചെറിയ കൂറ പോലെയാണ്, പക്ഷേ ചിറകില്ല. പ്രായപൂർത്തിയായ കൂറ ചിറകുകൾ ഉണ്ടായിരിക്കും. നിംഫ് വളരുമ്പോൾ പലതവണ തൊലി കളയൽ നടക്കുന്നു. ഒടുവിൽ അത് പ്രായപൂർത്തിയായ കൂറയായി മാറുന്നു. ഇവയുടെ ആയുസ് ഏകദേശം 1 വർഷം വരെ ആയിരിക്കും. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.